പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വം. AGM ഫോർ ക്രൈസ്റ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. 4 സുവിശേഷങ്ങളിൽ സിനപ്റ്റിക് ഗോസ്പൽ എന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്ന അഥവാ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി വരച്ചു കാട്ടിയിരിക്കുന്ന പ്രത്യേക പുസ്തകമാണല്ലോ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. ഇതര സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു രാജാവായി, യേശുക്രിസ്തു ഒരു ദാസനായും, യേശുക്രിസ്തു മനുഷ്യപുത്രനായും ചിത്രീകരിക്കപ്പെടുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തു യഥാർത്ഥ ദൈവപുത്രനായി ചിത്രീകരിക്കപ്പെടുകയാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശു ദൈവമാണോ എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും യോഹന്നാന്റെ സുവിശേഷം നാം പഠിച്ച വളരെ വ്യക്തമായി യേശുക്രിസ്തു ദൈവമാണെന്നും തൻ്റെ പിതാവിനാൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു എന്നും മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി താൻ ഉയരങ്ങളിൽ നിന്നും ഉന്നതങ്ങളിൽ നിന്നും ഈ ഭൂമിയിലേക്ക് അവതരിച്ച് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി തൻ്റെ അവസാന തുള്ളി രക്തം വരെ പാവനമായ രക്തം, പരിശുദ്ധമായ രക്തം ഊറ്റി നൽകി മനുഷ്യനെ വീണ്ടെടുത്ത മഹാദൈവമത്രേ യേശുക്രിസ്തു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നാം വളരെ ശക്തമായി പഠിക്കുമ്പോൾ നാം കാണുന്ന 10 പരം പ്രസ്താവനകൾ, യേശുക്രിസ്തു ചെയ്ത 10 പരം പ്രസ്താവനകളെ നമുക്ക് അവിടെ വ്യക്തമായി കാണുവാൻ കഴിയും. 10 declarations of Christ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ നാം കാണുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 1-9 നാം വായിക്കുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായി നാം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 26-ാം വാക്യം തന്നെയാണ്. യേശുക്രിസ്തു ശമരിയ സ്ത്രീയുമായി സംഭാഷിക്കുന്ന വേളയിൽ യേശുക്രിസ്തുവുമായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറയുന്ന ഒരു വാക്യമുണ്ട്, സ്ത്രീ അവനോട്, മിശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മിശിഹ ആകുന്നു. ശമരിയ സ്ത്രീയുടെ ഉള്ളിലും മിശിഹ, ക്രിസ്തു വരും, അവരെ രക്ഷിക്കുവാനുള്ള മിശിഹ വരുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയോടുകൂടെയാണ് അവളുമായിരുന്നത്. പക്ഷെ അവളുടെ അടുത്തുനിന്ന് സംഭാഷിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ മിശിഹ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി നാം കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതോ, നിങ്ങൾ എന്നേക്കും ജീവിക്കേണ്ടതിന് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവ് കാണിച്ച മാതൃകയിൽ ദൈവമക്കൾ ആചരിക്കുന്ന 2 കാർമ്മിക ശുശ്രൂഷകളുണ്ടെന്ന്. അതിലൊന്നാണ് കർത്തൃമേശ അഥവാ തിരുവത്താഴം. യേശു ആ മാതൃക കാണിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. പ്രൈസ് ദി ലോർഡ്.
യേശു പറഞ്ഞു, ഞാൻ തന്നെ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ കൊടുക്കുന്ന അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. അടുത്തതായി നമ്മൾ കാണുന്നു 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകം മുഴുവനും ഇരുളടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പാപത്താൽ മലിനമായി മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപനിമിത്തം അനീതിയും അക്രമവും മ്ലേച്ഛതയും പെരുകിക്കൊണ്ട് ധാർമ്മികമായി മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകം. അതിന് നടുവിൽ യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമുക്കറിയാം, വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഇരുള് തനിയെ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇരുൾ മാറിപ്പോകുമ്പോൾ മനുഷ്യജീവിതം ഇരുളടഞ്ഞ അവസ്ഥയിൽ നിന്നും ഒരു പ്രകാശപൂരിതമായ അനുഭവത്തിലേക്ക് നടത്തപ്പെടുകയാണ്. സാക്ഷാൽ ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ പ്രകാശം ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു മനുഷ്യനെയും ശിഷ്യന്മാരെയും നോക്കി പ്രകാരം പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന, യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന ഓരോ വ്യക്തിയും ആ വെളിച്ചം തന്നിലേക്ക് പകർന്ന് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ വേണ്ടി കർത്താവ് അവരെ ശക്തമായിട്ട് ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീരും. അടുത്ത പ്രസ്താവന യേശു പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിലാണ്. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അകത്ത് കിടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. എന്നിലൂടെ അകത്ത് കിടക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. എന്നിലൂടെ അല്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഞാൻ വാതിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ മറ്റാർക്കും പറയുവാൻ കഴിയാത്ത പ്രസ്താവനകളാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരോടായി പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം. യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയന്റെ ഒരു ലക്ഷണം എന്താണ്? ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ശ്രേഷ്ഠ ഇടയനായ ക്രിസ്തു. നാം വചനം വായിക്കുന്നുണ്ട്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹമാണ് യഥാർത്ഥമായ സ്നേഹം. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ആമേ, ഞാൻ നല്ല ഇടയൻ, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഞാൻ പ്രസ്താവിച്ചതുപോലെ തന്നെ യേശുക്രിസ്തു നല്ല ഇടയനായി തൻ്റെ ജീവനെ കാൽവരി ക്രൂശിൽ ബലിയർപ്പിച്ചുകൊണ്ട് മാനവരാശിയെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നല്ല ഇടയനായി അവൻ പ്രത്യക്ഷപ്പെട്ടു. ആറാമതായി നാം കാണുന്നത് 11-ാം അധ്യായം 25-ാം വാക്യം. യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സംഭവം നമുക്കറിയാൻ കഴിയുന്നു. യേശുക്രിസ്തു ലാസറിന്റെ കല്ലറയിലേക്ക് കടന്നു പോവുകയാണ്. മരിച്ച 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചിരിക്കുന്ന അവസ്ഥയിൽ കല്ലറയിലേക്ക് ചെന്ന് മാർത്തയോടും മറിയോടും സംഭാഷിച്ചിട്ട് യേശു പറയുന്നു, എൻ്റെ സഹോദരൻ മരിച്ചില്ല, അവൻ ഉറങ്ങിയത്രേ. എന്നിൽ വിശ്വസിച്ചാൽ, മറിയേ മാർത്തേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ സാക്ഷാൽ പുനരുത്ഥാനമായ ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല, അവൻ മരിച്ചാലും ജീവിക്കും. നമുക്കറിയാം, അടുത്ത മൂമെന്റിൽ മരിച്ച 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയ്ക്കിൽ നിന്നും ആ ഗംഭീര ശബ്ദം മുഴങ്ങി, ലാസറെ പുറത്തു വരിക എന്നുള്ള ആ ഗംഭീര ധ്വനി. ആ നിമിഷത്തിൽ തന്നെ
മരിച്ചവനായിരുന്ന 4 ദിവസം കഴിഞ്ഞ ലാസർ ജീവനുള്ളവനായി പുറത്തു വരുവാനായിട്ടിടയായി. പ്രൈസ് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, ക്രിസ്തുവിൽ നാം വിശ്വസിച്ചാൽ ഈ ലോക താൽക്കാലിക വേർപാട് എല്ലാ മനുഷ്യനും സംഭവിക്കുമ്പോൾ നിത്യമായ ഒരു ജീവിതം, നിത്യമായ ജീവൻ നേടിയെടുക്കുന്ന ഒരു അനുഭവം പിന്നീട് നമുക്കുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അടുത്ത 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. പ്രൈസ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതോ അധികം ഫലം കായ്ക്കേണ്ടതിന് അതിനെ ചുറ്റുപിടിപ്പാക്കുന്നു. യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നിലൂടെ അല്ലാതെ നിങ്ങൾക്കാർക്കും ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയില്ല. അതിപ്രധാനമായ 9-ാമത്തെ പ്രസ്താവന 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഈ പ്രസ്താവന ലോകത്തിൽ ആർക്കും പറയുവാൻ കഴിയാത്ത, അവകാശപ്പെടുവാൻ കഴിയാത്ത ശ്രേഷ്ഠകരമായ മഹത്വകരമായ ഈ പ്രസ്താവന, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ വഴി. എങ്ങോട്ടുള്ള വഴിയാണ്? പ്രൈസ് ദി ലോർഡ്. ഇതാ മരണശേഷമുള്ള മനുഷ്യന്റെ നിത്യത എന്ന വഴി ലോകത്താർക്കും പറഞ്ഞു കൊടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ തന്നെയാണ് വഴി, സ്വർഗത്തിലേക്കുള്ള വഴി, പിതാവിന്റെ അടുക്കിലേക്കുള്ള വഴി, നിത്യതയിലേക്കുള്ള വഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അടുത്തത് പറയുന്നു സത്യം. പ്രൈസ് ദി ലോർഡ്. യേശു പറയുന്നു, ഞാൻ തന്നെയാണ് സത്യം. കർത്താവായ യേശുക്രിസ്തു സത്യത്തിനു വേണ്ടി മാത്രമാണ് നിലകൊണ്ടിട്ടുള്ളത്. അടുത്ത പറയുന്നു, ഞാൻ തന്നെ ജീവൻ, വഴി, സത്യം, ജീവനാകും. പ്രൈസ് ദി ലോർഡ്. അവസാനമായി 18-ാം അധ്യായം 4-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും കർത്താവ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവിനെ പിടിക്കുവാനായിട്ട് പടയാളികളും റോമൻ പടയാളികളും സദൂക്യരും പുരോഹിതന്മാരുമായ വലിയൊരു സമൂഹം യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറയുന്നു, നസ്രയനായ യേശുവിനെ. എങ്കിൽ കർത്താവ് പറയുന്നു, ഇവർ പോയിക്കൊള്ളട്ടെ, അത് ഞാൻ തന്നെ, ഞാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. അവർ അവനെ പിടിക്കുവാനെടുത്തപ്പോൾ അവർ വീണ്ടും നിലത്ത് വീണു. വീണ്ടും അവർ എഴുന്നേറ്റ് അവർ തിരയുന്നു. യേശു ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? അവർ നസ്രയനായ യേശുവിനെ. കർത്താവ് പറയുന്നു, അത് ഞാൻ തന്നെ, ഇവർ പോയിക്കൊള്ളട്ടെ. ലോകത്തിൽ ആർക്കും പറയുവാൻ കഴിയാത്ത അവസ്ഥ. ശത്രു പിടിക്കുവാൻ വരുമ്പോൾ, ശത്രു തകർക്കുവാൻ വരുമ്പോൾ, പിടിച്ചു കെട്ടിക്കൊണ്ട് ആമേൻ അധികാരികളുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുവാൻ വരുന്ന ശത്രുവിന്റെ മുൻപാകെ ഞാൻ തന്നെ എന്ന് പറയുവാൻ, ഞാൻ തന്നെ എന്ന് പ്രസ്താവിക്കുവാൻ ലോകത്തിൽ ഒരു മത നേതാക്കൾക്കും ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു നേതാവിനും കഴിയാതിരിക്കുമ്പോൾ വളരെ തൻ്റെ ഇടത്തോടെ യേശു പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചു കഴിഞ്ഞാൽ ശ്രേഷ്ഠകരമായ ഈ 10 ഡിക്ലറേഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ്, യേശുക്രിസ്തുവിന്റെ മഹത്വകരമായ ഈ സ്റ്റേറ്റ്മെന്റ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് യഥാർത്ഥ ദൈവം. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാരാണ്? ആ ജഡമായി തീർന്ന നസ്രയനായ യേശുക്രിസ്തു. അവൻ യഥാർത്ഥ ദൈവം, അവൻ ദൈവോത്തരനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് തന്നെ പിതാവായ ദൈവം അയച്ചു. മാനവരാശിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി, നഷ്ടപ്പെട്ടുപോയ അദമ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിലെ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ടിടയായി. പ്രിയ ശ്രോതാക്കളെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യമായ രക്ഷയും നിത്യതയും പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ എല്ലാവരെയും ഈ സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് യുവാക്കൾ നിർത്തുന്നു. അടുത്ത ഒരു വചന പ്രഭാഷണവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.